ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വിഷു നാളെ. അപ്പോൾ ഞങ്ങൾ ഗീതൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഇവർക്ക് പടക്കം മേടിക്കണം കുട്ടികൾക്ക്. പിന്നെന്താ നിങ്ങൾ സാധനങ്ങൾ മേടിക്കണം. വിഷുക്കണിയുടെ വെള്ളരിക്കൊന്നും ഇല്ല ഞങ്ങളുടെ അടുത്തില്ല. അപ്പോൾ അതൊക്കെ മേടിക്കണം. അതിനായിട്ട് ഞങ്ങളൊന്ന് കൂറ്റനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. പടക്കാണ് മെയിൻ. എന്താണ് ഓക്കെയാ? ഒരു മുണ്ട് മേടിച്ചെടുക്കാൻ വന്നതാ. വിഷുവല്ലേ? എന്താ വില? റേറ്റ് കുറഞ്ഞത് കുറേ വെറൈറ്റികളുണ്ട്. നല്ലൊരു കടയാണ്. അത് നന്നായിട്ടുണ്ടല്ലേ? ആർക്കാണ്? നാളേക്കാ? നാളേക്കാ? ഇതെന്താ വില? നന്നായി. എന്തേ വൈലറ്റോ? അത് വേണ്ട, അത് വേണ്ടല്ലോ. ഒന്നും ഇഷ്ടത്തില്ല. വിഷു സ്പെഷ്യൽ മാധവനാ. ഇപ്പൊ മറ്റേനെടുത്തില്ല? മറ്റേനെടുക്കണം. അല്ല, ഇത് എനിക്ക് പാവുമുണ്ടാണ്. ഇത് കണി വെക്കാന്. ഒന്ന് പോലെ നിക്കിക്ക് എടുക്കാം. എന്റെ ഈ കണി വെക്കുന്ന മുണ്ടൊക്കെ നാശായി. അപ്പൊ ഒന്ന് പുതിയ അല്ല, അത് അലക്കാതെ വെച്ചിട്ടേ കൊറേ കാലായി. കറ പിടിക്കും. അതുപോലെ അത് ഒട്ടിക്കുന്നതാ നിക്കിക്ക്. ബാംഗ്ലൂർ ഇവിടെ എന്തോ മിനി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഷോപ്പിംഗ് ഒന്നുമില്ല, മേടിക്കാൻ വന്നിരിക്കുക. ഒരു ചെറിയൊരു പൈനാപ്പിൾ, മുന്തിരി അത് മതി. വേണ്ട, അത് മതി. പണിക്കുള്ള വെള്ളരിക്ക നല്ല കളറുള്ളതായി. പക്ഷെ ഇതല്ലേ കളറ് നല്ലത്? വെള്ളരിക്കയുടെ കളർ ഇതല്ലേ ഉണ്ടാവും. കുറച്ച് പടക്കം മേടിക്കാന്ന് കരുതിട്ടാ. പിള്ളേരൊക്കെയുള്ളതല്ലേ, കുറച്ച് പടക്കം മേടിക്കാം. ഇതെന്താ സാധനം കുട്ടിയെ? പൊട്ടാത്തെടുത്താ മതി. പൊട്ടാത്തെടുത്താ മതിയേ, കുട്ടികളാണ്. മാലപ്പടക്കല്ലേ? മാലപ്പടക്കം അതെന്താ സാധനം? ചക്രം പൂത്തിരി. അപ്പൊ ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക്. നേരം കുറേ. ഒന്നപ്പൂ ഉണ്ട്, കിട്ടുമോ നോക്കട്ടെ കേട്ടോ. കയകരത്താണ്, അതാ പ്രശ്നം. ഇത് റോഡിലാണ് കേട്ടോ. കിട്ടിയാ? ഞാൻ വിചാരിച്ചു തൃശ്ശൂരാവുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ എക്സ്പെർട്ട് ഒക്കെ ഉണ്ടാക്കുന്നു. അതാ കൊണ്ടുവരണോ? കുട്ടനെവിടെ അങ്ങോട്ട് വരൂ.
എവിടെ നിക്കി ഇവിടെ ഇരിക്കണോ? നിക്കി ബേബി കമ്പിത്തിരി വേണ്ടേ? നിക്കി ബേബിക്ക് കമ്പിത്തിരി വേണ്ടേ? ചക്രം കത്തിച്ചല്ല, ചക്രം സൂപ്പർ. ആ ചക്രം ഒന്ന് അച്ഛൻ ഒന്ന് ഇത് ചെറിയ ഇതാവുമ്പോ ഇത് അച്ഛൻ നോക്കട്ടെ എവന്റെ അടുത്തേക്ക് വേണ്ടിട്ട് കൂട്ടാ. ഞാൻ വെച്ചതാ ചക്രം കത്തിച്ചാ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിക്കിന്റെ കൈ കൊടുക്കൂ. ആരും കൊടുക്കുന്നില്ല. നിക്കിക്ക് പറ്റിയതായിട്ടാ നിക്കി. പിടിച്ചിട്ടുണ്ടോ? ഹായ് മാരിയുടെ 2 കൈയില. അമ്മ കത്തിക്കട്ടെ. അങ്ങനെ പിടിക്കും. പിന്നെ ഏതാ വേണ്ടത്? ഉണ്ണീര് ഏതാ വേറെ? നീ ആൾക്കാരൊന്നുമില്ല, അതന്നെ. വിഷുക്കണി ഒരുക്കാണ്. കണി ഒരുക്കണ ഇതിലാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയാ ഗീതോന്റെ അവിടെ ആയിരുന്നു വിഷുക്കണി, ബാംഗ്ലൂര്. ഇതൊന്നും എനിക്കൊരു പണി ഉണ്ടായിരുന്നില്ല. രമേശാണ് എല്ലാം ചെയ്തത്. ഒരുക്കി കൊടുക്കേ വേണ്ടിയിരുന്നു. ഓരോ പ്രാവശ്യം ഡിഫറെന്റ് ആയിട്ടാണ്. അങ്ങനൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കൂ. മുണ്ടിലെടുക്കുന്ന മുണ്ടില് ഇവിടെ നോക്കൂ നിക്കി ബേബി. പിന്നെ ഞങ്ങള് വിഷുവിന്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ജയന്റെ അവിടേക്ക് പോവാട്ടോ. കണിയൊക്കെ കണ്ടു, അമ്പലത്തിൽ പോയി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് ജയന്റെ അവിടെയാണ് ഇന്ന് ലഞ്ച്. അപ്പൊ അവിടെ പോയിട്ട് അതെ എല്ലാവരും അവിടേക്ക് പോവാണ്. അപ്പൊ ഞങ്ങളും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളും അവരുടെ കൂടെ പോവാണ്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യം കേട്ടോ. അങ്ങനെ ജയന്റെ അവിടെ എത്തി. എന്താണെന്ന് ഭക്ഷണമൊക്കെ റെഡി ആയില്ലേ? ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കും. ധാരത് ധാരാ ചെല്ലു. എവിടെ കുട്ടികളൊക്കെ? ഇതിപ്പോ നോക്കിയതാ. ഉറങ്ങിയായിരുന്നു. ഇപ്പതാ നീച്ചിട്ടിപ്പോ എല്ലാവരും മാങ്ങ ലിഞ്ചി ദോലനല്ലേ ഇഷ്ട ഉപ്പേരി അവിയല് എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലോ. മാമ്പഴക്കൂട്ടാൻ, സാളൻ, ശരി. മറ്റേ വെള്ളപ്പയറുണ്ടല്ലോ.
ഇപ്പൊ എല്ലാറ്റിനും കൂടി രസം. ലാസ്റ്റ് മോരും. ഇതിപ്പോ ഓണത്തിനായിട്ടുള്ള വിഭവങ്ങളാണല്ലോ. ഇതെന്ത് സേമിയ? പരിപ്രധാൻ. ഇപ്പൊ എല്ലാ വിഭവങ്ങളായി. അയ്യോ എന്താ സുന്ദര, ഇവിടെ രണ്ടുപേർക്ക് സ്പെഷ്യൽ സീറ്റാണ്. സമാധാനമായിട്ട് കഴിക്കാം അല്ലേ? എങ്ങനെയുണ്ട്? ഇവിടെ ലിമിറ്റഡ് വിഭവങ്ങളാണ്. അങ്ങനെ ഈ വർഷത്തെ വിഷു ജയന്റെ അവിടെ അടിപൊളിയായി. അടുത്തെന്താ ഇനി പോണല്ലേ? ഓക്കെ ബൈ. നിക്കിക്കുട്ടാ എന്നാ വരൂ, അമ്മ ചെയ്തരാൻ വരൂ. ചെരുപ്പിടണം, ചെരുപ്പിട് കുട്ടി. എന്തിനാ പേച്ചുന്നത്? അച്ഛൻ കളത്തിലേക്ക് ഇറങ്ങല്ലേ? എവിടെയാ ഇത് വെച്ചത്? എന്താ? അവന്റെ ഇതിന് മുകളിലാണ്.